നമസ്കാരം, ക്രിക്കറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഞ്ചാബ് കിങ്സിൻ്റെ സ്ക്വാഡ് അനലൈസ് ചെയ്യുന്നത് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം പഞ്ചാബ് കിങ്സിൻ്റെ ബാറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യരും, നെഹാൽ വധേരയും, പ്രഭ്സിമർ സിംഗും, ജോഷ് ഇംഗ്ലീഷും, വിഷ്ണു വിനോദും മലയാളി താരമാണ്. ഹർനോർ സിംഗും പൈല അവിനാഷുമാണ് അവരുടെ ബാറ്റിംഗ് യൂണിറ്റിന് ശക്തി പകരുന്നത്. ഇനി അവരുടെ ബോളേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അർഷദീപ് സിംഗിനെയും അവർ ലേലത്തിൽ RTM കാർഡ് ഉപയോഗിച്ച് തിരിച്ചു വിളിച്ചു. യുസ്വേന്ദ്ര ചഹലിനെയും, ലോക്കി ഫെർഗൂസണും, വിജയ്കുമാർ വൈശാഖും, യാഷ് താക്കൂറും, കുൽദീപ് സെനും, സേവിയർ ബ്രാത്ലെറ്റും അവരുടെ ബോളിങ്ങിൽ കരുത്ത് പകരും. ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേൾഡ് ബെസ്റ്റ് ഓൾറൗണ്ടിങ് നിരയാണ് പഞ്ചാബ് കിങ്സിന് കൈവശമുള്ളത്. മാർക്കസ് സ്റ്റോയിനസ്, മാർക്കോ ജാൻസൺ, ശശാങ്ക് സിംഗ്, ഗ്ലെൻ മാക്സ്വെൽ, പ്രിയാൻഷ് ആര്യ, അസർ മുസ്തർ അമ്രസായി, ഹർമത് ബാറാർ, ആരോൺ ഹാർഡി, സുയാഷ് ഷെഡ്ജെ, മുഷീർ ഖാൻ, പ്രവീൺ ഡൂബെ എന്നീ നീണ്ട ഓൾറൗണ്ട് നിരയും പഞ്ചാബിനെ മുതൽക്കൂട്ടാണ്. നമുക്കിനി ഈ ടീമിൻ്റെ ഒരു പ്രോബബിൾ 11 നോക്കിയിട്ട് ടീമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിലോട്ട് കടന്നു ചെല്ലാം. ടീമിൻ്റെ പ്രോബബിൾ 11 നോക്കുകയാണെങ്കിൽ പ്രഭ് സിമ്രാനും ജോഷ് ഇംഗ്ലീഷും ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. വൺ ഡൗണിൽ നായകനായി ശ്രേയസ് അയ്യർ വരും. തൊട്ടുപുറകെ മാർക്കസ് സ്റ്റോയിനസും, ഗ്ലെൻ മാക്സ്വെലും, നെഹാൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കോ ജാൻസൺ, ഹർഷദീപ് സിംഗ്, വിജയ്കുമാർ വൈശാഖ്, UC ചഹൽ എന്നീ പ്ലേയിങ് 11 ആണ് സാധ്യത. ഇമ്പാക്ട് പ്ലെയറായി ഹർമൻപ്രീത് ബ്രാറും വരാനാണ് സാധ്യത. ഒറ്റ നോട്ടത്തിൽ ഒരു മികച്ച ടീം ആണ് പഞ്ചാബ് കിങ്സ്. നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. പവർഫുൾ ബാറ്റേഴ്സായ മാർക്കസ് സ്റ്റോയിനസും, ഗ്ലെൻ മാക്സ്വെലും ഉണ്ട്. ഈ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെ ബാറ്റിംഗ് യൂണിറ്റ് തന്നെയാണ്. ഇനി ബോളിംഗ് യൂണിറ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ടീമിന് വീക്ക്നെസ് ഉണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ പേസ് നിരയിൽ ഇപ്പോൾ മാർക്കോ ജാൻസണും അർഷദീപ് സിംഗും പവർ പ്ലേ എറിയുന്നതാണ്. പക്ഷേ മിഡിൽ ഓവേഴ്സിൽ UC ചഹലിനൊപ്പം മികച്ച രീതിയിൽ പന്തെറിയാൻ പറ്റിയൊരു താരം അവിടെ ഇല്ല. മാർക്കസ് സ്റ്റോയിനസ് ആയാലും ഗ്ലെൻ മാക്സ്വെൽ ആയാലും റൺസ് വഴങ്ങാൻ കെൽപ്പുള്ള റൺസ് വഴങ്ങുന്ന താരങ്ങളാണ്. അപ്പോൾ അവരൊരു മികച്ച ഒരു ബോളർ അവിടെ ആവശ്യമാണ്. വിജയ്കുമാർ വൈശാഖ് എത്രത്തോളം മികച്ച രീതിയിൽ പന്തെറിയുന്നതും നമ്മൾ ചോദ്യചിഹ്നമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ RCBയിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചെങ്കിലും കഴിഞ്ഞ സീസണിൽ കിട്ടിയ അവസരമൊന്നും അദ്ദേഹത്തിന് മുതലാക്കാൻ കഴിഞ്ഞില്ല RCBയിൽ എന്നതും ശ്രദ്ധേയമാണ്. പിന്നെ ഒരു ഓസ്ട്രേലിയൻ സ്ക്വാഡ് പോലെ നമുക്ക് തോന്നാം. ഓസ്ട്രേലിയ ഡിപ്പെൻഡബിൾ സ്ക്വാഡാണ്. അത് പിന്നെ റിക്കി പോണ്ടിങ് കോച്ചായതുകൊണ്ടാവാം. ഓസ്ട്രേലിയ ഡോമിനേറ്റഡ് പ്ലേയിങ് 11 സാധ്യതയുണ്ട്. വിദേശ കോട്ടയിൽ 4ൽ 3 പേരും ഓസ്ട്രേലിയൻ താരങ്ങളാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ ഓസ്ട്രേലിയൻ താരങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ പഞ്ചാബിനത് വലിയ ക്ഷീണമായും. മൊത്തത്തിൽ ഒരു നല്ലൊരു സ്കോഡ് അവർക്കുണ്ട്. 10ൽ ഒരു 8.5 മാർക്ക് കൊടുക്കാം പഞ്ചാബ് കിങ്സിനെ. അപ്പോൾ പഞ്ചാബ് ആദ്യ കിരീടം നേടുമ്പോൾ താഴെ കമൻറ്റ് ചെയ്യൂ. വേറെ ടീമിൻ്റെ പുതിയ വാർത്തകളുമായി ക്രിക്കറ്റ് ടോക്സിന് വേണ്ടി എത്താം.